നമ്മുടെ നാട്ടിലും ലക്ഷ്യം വെച്ചത് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് ഉപകാരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെയും യഥാർത്ഥത്തിൽ പ്രവാസികളെ ഈ പറഞ്ഞ കണക്ക് നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ദുബൈ എന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് ബുർജ് ഖലീഫയും അതുപോലുള്ള എന്താണ് ദുബൈ ചോക്ലേറ്റ് നട്ട്സ്, ഇതൊന്നും അല്ല. ഇതിനപ്പുറത്ത് പ്രവാസ ലോക യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന പ്രവാസികളുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ഉപ്പയടക്കം അത് അനുഭവിച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. എൻ്റെ ഉപ്പ 13 വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെടുന്നതിന് മുന്നേ ഒരു പ്രവാസിയായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ ചെറിയ ഇൻഷുറൻസ് ആയതിൻ്റെ പേരിൽ അന്ന് ഒരു ഡയഗ്നോസിസ് പോലും പോകാതെ എൻ്റെ ഉപ്പ ആ രോഗം കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് നാട്ടിലെത്തട്ടെ എന്ന് വിചാരിച്ച് ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച സമയം. ആ സമയം പക്ഷേ എനിക്ക് ഉപ്പയെ തിരിച്ച് കിട്ടാതെ എന്താണ് പോയി. അതുപോലെ പല പ്രവാസികളും തിരിച്ച് നാട്ടിലെത്തട്ടെ, അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സാമ്പത്തികം എന്താണ്, അതിന് സൊല്യൂഷൻ ഇല്ല ഇവിടെ. അപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് എലിസ്റ്റർ എന്താണ് ഇവിടെ നമ്മൾ രൂപപ്പെടുത്തിയത്.